ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറലായി ഗ്ലൂട്ടാത്തിയോൺ ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രത്യേക ഒരു ഓയിലാണിത്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കറുപ്പിന് ഏഴഴുകാന്നെല്ലാം പറയുമ്പോഴും വെളുക്കാനുള്ള വഴികൾ പരീക്ഷിക്കുന്നവരാണ് നമ്മൾ പലരും. അപ്പോൾ വൃക്ക വരെ കേടാകുന്ന ക്രീമുകൾ വാങ്ങിച്ചിട്ട് പണി വാങ്ങുന്നതിൽ നല്ലതാണ് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ നമ്മളടുത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത്തരം സ്കിൻ വൈറ്റനിങ്ങിന് നാച്ചുറലായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെന്നാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ പീലാണ്. ഓറഞ്ചിൻ്റെ പീൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി. നിങ്ങൾ ഓറഞ്ച് നല്ലവണ്ണം അവൈലബിൾ ആയിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഓറഞ്ചിൻ്റെ തൊലി നല്ലോണം കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുക എന്നാണെങ്കിൽ ഭയങ്കര നല്ല സാധനമാണ്. ഈ ഓറഞ്ച് പീൽ പൗഡറിൻ്റെ ഫേസ് പാക്ക് പോലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനായി വേണ്ടത് ഓറഞ്ച് പീലാണ്. ഓറഞ്ച് ആരോഗ്യത്തിന് മാത്രമല്ല നമ്മളെ സൗന്ദര്യ സംരക്ഷണത്തിന് ഏറെ നല്ലതാണ്. അതിൽ ഒരുപാട് വൈറ്റമിൻ സി സമ്പുഷ്ടമാണ്. ചർമ്മത്തിന് ബ്ലീച്ചിങ് ഇഫക്റ്റ് നൽകുന്ന ഒന്നാണിത്. അപ്പോൾ ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകുന്ന ഒന്നും കൂടിയാണ്. ഓറഞ്ചിൻ്റെ തൊലി ഞാൻ പറഞ്ഞ പോലെ ഓറഞ്ച് ലഭിക്കുന്ന സമയത്ത് ഉണക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. ഇടയ്ക്കിടെ ഇത് പൂപ്പൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിച്ച് വെച്ച് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും കളയുന്ന ഒരു സാധനമാണ് ഈ ഓറഞ്ചിൻ്റെ തൊലി. ഇത് നല്ലതുപോലെ കഴുകി ഉണക്കിയിട്ട് സൂക്ഷിക്കുക എന്നാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് പാക്കുകളും അതേപോലെ ഓയിലുകളും എല്ലാം നമുക്ക് ഓറഞ്ച് തൊലികൾ കെമിക്കലുകൾ ഉണ്ടെങ്കിൽ നീക്കാൻ വേണ്ടിയിട്ടാണ് കഴുകാൻ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റും ബീട്രൂട്ടുമാണ്. ഇതിൽ ക്യാരറ്റും ബീട്രൂട്ടും വെളിച്ചെണ്ണയും കൂടി ചേർക്കണം. അപ്പോൾ ക്യാരറ്റ് സൗന്ദര്യ സംരക്ഷണത്തിന് ഏറെ നല്ലതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ബീട്രൂട്ടും സൗന്ദര്യ സംരക്ഷണത്തിന് ഏറെ നല്ലതാണ്. അതുപോലെ ക്യാരറ്റിൽ ധാരാളം വിറ്റമിൻ എ, സി, അതുപോലെ ബീറ്റ കരോട്ടീന്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് പ്രധാനമാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തെ ഫ്രീ റാഡിക്കലിൽ നിന്ന് സംരക്ഷിക്കുകയും ചർമ്മത്തിൻ്റെ ചുളിവുകൾ വീഴാണ്ട് നമ്മളെ എപ്പോഴും ചെറുപ്പമായിട്ട് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പം മുഖത്തെ ചുളിവുകൾ മാറാനും ചർമ്മത്തിൻ്റെ തിളക്കത്തിനും ബീട്രൂട്ടും സഹായിക്കും. അതുപോലെ തന്നെ മുഖത്തിന് നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു നിറം ലഭിക്കാനും ബീട്രൂട്ട് സഹായിക്കുന്നതാണ്. പിന്നെ വെളിച്ചെണ്ണ ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ ഒരു ഉറവിടം തന്നെയാണ് വെളിച്ചെണ്ണ കേട്ടോ. നമ്മൾ മില്ലിലെല്ലാം ആട്ടി കിട്ടുന്ന വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. ഇത് മുടി സൗന്ദര്യത്തിനും അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ചർമ്മത്തിന് തിളക്കം നൽകാനും മിനുസം നൽകാനും ചുളിവുകൾ വീഴാണ്ട് തടയാനും എല്ലാം വെളിച്ചെണ്ണ സഹായിക്കും. പിന്നെ വെളിച്ചെണ്ണ നല്ലൊരു പ്രകൃതിദത്ത മോയ്സ്ചറൈസർ കൂടിയാണ്. ഇത് വെയിൽ കൊണ്ടുണ്ടാകുന്ന സൺബേണ്, അതുപോലെ തന്നെ കരിവാളിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ, അലർജി പ്രശ്നങ്ങളെല്ലാം നല്ലതാണ്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, അതായത് ഉരുക്ക് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നിവ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് പീല് തലേന്ന് വെള്ളത്തിൽ കുതിർത്തിടുക. പീല് വെള്ളം വെളിച്ചെടുക്കാനുള്ള അത്ര വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തിട്ട് അത് അരച്ചെടുത്തിട്ട് അത് വേറെ പാത്രത്തിൽ വെളിച്ചെണ്ണയിലിട്ട് വെക്കുക. പിറ്റേന്ന് ഓറഞ്ച് പീല് അരച്ചെടുക്കുക. ബീട്രൂട്ടും ക്യാരറ്റും ഇട്ട് വെച്ച വെളിച്ചെണ്ണയിൽ ഓറഞ്ച് പീൽ അരച്ചത് കൂടി ചേർത്തിളക്കി അടുപ്പിൽ വെച്ച് കുറഞ്ഞ തീയിൽ തിളപ്പിക്കുക. വെളിച്ചെണ്ണയിൽ ചേരുവകളുടെ ഗുണങ്ങൾ ഇറങ്ങുന്നത് വരെ നമ്മൾ തിളപ്പിക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ കൈവിടാണ്ട് ഇളക്കി നമ്മളത് ഒന്ന് കുറുക്കിയെടുക്കണം. അതിനുശേഷം അത് പീലും ഓയിലും സെപ്പറേറ്റ് ആകുന്നത് വരെ നമ്മളതൊന്ന് കൈവിടാണ്ട് ഇളക്കിയതിന് ശേഷം നമ്മളത് തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ച് ഒരു കോട്ടൺ തുണിയിൽ നല്ലോണം ഒന്ന് ഊറ്റിയെടുക്കുക. തുണിയിലിട്ടിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഓയിൽ കിട്ടുക. തുണിയിലിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലതും. ഈ ഓയിൽ പുരട്ടി ദിവസവും മസാജ് ചെയ്യുക. മുഖത്തും ദേഹത്തും എല്ലാം ഇത് ഉപയോഗിക്കുക. ഇത് പുരട്ടി അരമണിക്കൂറിന് ശേഷം മാത്രം നമ്മൾ കഴുകിക്കളയാന്നാണെങ്കിൽ നിങ്ങൾ മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും സ്വർണം പോലെ തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ നല്ലൊരു ഓയിലാണ് ഇത്. കുട്ടികൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് ഉണ്ടാക്കേണ്ട മെത്തേഡ് നിങ്ങൾക്ക് ശരിക്കും വീഡിയോ ആയിട്ട് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.